ശരി ശരി, നിനക്കറിയാമല്ലോ, നിനക്ക് എന്തേലും ഉണ്ടെന്ന് എന്നെ വിളിച്ചാൽ മതി, അല്ലെ മറ്റേ സുനാട്ടി ഇട്ട് തരാം മാപ്പ്. ശരി ശരി. റൊണാൾഡേ, നീ ഇപ്പൊ ചിരിച്ച് സന്തോഷിച്ച് വർത്താനം പറഞ്ഞതാണോ? ഇത്രയൊന്നും സന്തോഷിക്കരുത്. അടുക്കളയിൽ നിന്നപ്പോ ഞാൻ ഓർത്ത് നിനക്ക് എന്താ അറ്റാക്ക് വന്നതാന്ന്. എനിക്ക് അറ്റാക്ക് വരും. ചങ്ങാണ് വരുന്നത്. ആര് വരുന്നത്? പൗലോസപ്പയുടെ ബെനഡിക്റ്റ്. അതാരാ അത്? ചരുവിളക്കുന്നെ താമസിക്കുന്ന പൗലോസപ്പയില്ലേ, ക്ലീറ്റമച്ചമ്മയുടെ അമ്മാച്ചൻ, ഞങ്ങളുടെ അമ്മാച്ചൻ. പൗലോസപ്പയുടെ ബെനഡിക്റ്റ് ആയിരുന്നു, അവൻ ഗൾഫിലായിരുന്നു. അവൻ ഇങ്ങോട്ട് വരുന്നെന്ന്. ഓ, അതാണ് അത്ര വലിയ കാര്യം. അത്ര വലിയ കാര്യമെന്നോ? എന്റെ ചങ്കാണവൻ. ഞാന്, സൈമന്, ബെനഡിക്റ്റ്, ലില്ലിപ്പെണ്ണ്, ഞങ്ങളായിരുന്നു കൊടങ്ങാളെ ഒരു ടീമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഞങ്ങൾ കബഡി കളിക്കും, ക്ലബിലെ പരിപാടിക്കും. ലില്ലിപ്പെണ്ണും അവനെന്ന് പറഞ്ഞാൽ ഭയങ്കര കൂട്ടാ. ഞാൻ പോലും ലില്ലിപ്പെണ്ണ് വഴക്ക് പറയാൻ സമ്മതിക്കത്തില്ലായിരുന്നു. അപ്പോൾ നീ എന്തിനാണ് ലില്ലിപ്പെണ്ണെന്ന് വിളിക്കുന്നത്? ലില്ലിമോളേന്ന് അവനാ വിളിച്ചത്. അത് കേട്ടാ ക്ലീറ്റമച്ചപ്പ പോലെ ലില്ലിമോളേന്ന് വിളിക്കുന്നത്, അതിനുമ്പോൾ ലില്ലിന്നായിരുന്നു വിളിക്കുന്നത്. ഓഹ്, അതേപോലെ ലില്ലിപ്പെണ്ണിന്റെ കല്യാണമായപ്പോൾ അവന് എന്തോരം വിഷമായെന്നറിയാവോ? ഇപ്പൊ എന്താ പറഞ്ഞേ? ലില്ലിപ്പെണ്ണിന്റെ കല്യാണമായപ്പോൾ ബെനഡിക്റ്റിന് ഭയങ്കര സങ്കടമായി, ഭയങ്കര വിഷമമായിരുന്നു. കല്യാണത്തിന് വന്നില്ലേ? അതെന്തിനാ ലില്ലിപ്പെണ്ണിന് കല്യാണം ആയതിന് അവൻ വിഷമിക്കണ എന്തിനാ? അവര് ഭയങ്കര കൂട്ടല്ലായിരുന്നോ കൊച്ചുനാള് മുതലേ? ക്ലബിലെ ചലച്ചിത്രാനവണത്തിന് ഇവരായിരുന്നു മോഹൻലാൽ മൗണ്ട്. ചിത്രത്തിലെ തൗട്ടിൽ നിന്ന് ആ പാട്ടൊക്കെ ഇവര് പാടുമായിരുന്നു. തൗട്ടിലോ? ശരിക്കും പറഞ്ഞാലേ ബെനഡിക്റ്റ് ലില്ലിപ്പെണ്ണോട് ഒരു പ്രത്യേക സ്നേഹം ഉണ്ടായിരുന്നു. അതങ്ങനെ അവനവന്റെ വീട്ടിലൊക്കെ പറഞ്ഞതാ. അവരുടെ പപ്പയ്ക്ക് ഭയങ്കര താല്പര്യമായിരുന്നു. പിന്നെ അതങ്ങ് എന്നിട്ട് അത് പിന്നെ അവരുടെ പപ്പ പറഞ്ഞില്ലൊന്നും അറിയത്തില്ല. അത് കഴിഞ്ഞപ്പോഴല്ലേ നിങ്ങൾ ഒളിച്ചോടിയെന്ന് പറഞ്ഞ് പിന്നെ അവസാനം കനം പറ്റപ്പോഴോട് ഇങ്ങോട്ട് വരേണ്ടി വന്നേ. ശരിക്കും പറഞ്ഞാൽ ബെനഡിക്റ്റിന്റെ ഭാര്യയായിട്ട് അവരവളെ താമസിക്കേണ്ട ലില്ലിപ്പെണ്ണ്. ഇത് ഞാൻ എന്താ നിങ്ങളെ കുഴപ്പം എന്താ? ബെനഡിക്റ്റ് നാളെ വരും ഇങ്ങോട്ട് എന്നെ ലില്ലിപ്പെണ്ണെ കാണാൻ. എന്താ വരണ്ടേ? വരണ്ടാന്ന് പറയണോ? ചേട്ടത്തി പറഞ്ഞു വരണ്ടാന്ന് വിളിച്ചു പറയണോ? അതല്ല, മറ്റേ ഇതെന്താ അമരവേളയില് പൗലോസ് ഒപ്പയൊക്കെ അമരവേളയിലല്ലേ താമസിക്കുന്നേ. അപ്പം ഈ കനകമ്മച്ചമ്പി ലില്ലിപ്പെണ്ണിനെ കല്യാണം കഴിച്ചില്ലായിരുന്നു. ബെനഡിക്റ്റ് ആലോചിച്ച് കെട്ടിയിട്ട് ഇപ്പൊ അമരവേള താമസിക്കേണ്ട എന്റെ ലില്ലിപ്പെണ്ണ്. അപ്പൊ ഇയാൾക്ക് ലില്ലിപ്പെണ്ണിനെ ഇഷ്ടമായിരുന്നോ? ഭയങ്കര ഇഷ്ടമായിരുന്നു. പ്രേമായിരുന്നോ? പ്രേമെന്ന് വെച്ചാൽ ഇഷ്ടം ഉണ്ടായിരുന്നു. കാര്യം അവരമ്മ കല്യാണം കഴിക്കണമെങ്കിൽ പ്രേമല്ലേ? ഇവൻ ലില്ലിപ്പെണ്ണിനെ ഇഷ്ടമാണെന്നുള്ള ആരും പപ്പയെടുത്ത് പറഞ്ഞായിട്ട് എനിക്കറിയാം. പക്ഷെ അത് വല്യപ്പ എടുത്ത് പറഞ്ഞൊന്നും എനിക്കറിയത്തില്ല. ഒരു കാര്യം ഞാൻ പറയാം റൊണാൾഡേ, ഈ ഇവിടെ ഇരുന്നിട്ട് ഈ ഇത് മനുഷ്യനെ ഉറങ്ങാനുള്ളതാ, അല്ലാതെ മനുഷ്യന്റെ വായില് ചുമ വന്നോ? അല്ല പിന്നെ അത് കൊണ്ടുപോയി. അപ്പൊ അവിടെ അടുക്കള വെക്കണ്ടേ? അടുക്കളയില് വേണ്ട. നീ കൊടങ്ങാവിളക്ക് പോ. നിന്റെ വീട് കൊടങ്ങാവിളയിലല്ലേ? നീ ഇവിടെ നിൽക്കണ എന്ത് കാര്യത്തിനാ? ചേട്ടാ ഇതിപ്പോ ഇങ്ങനെ എടുത്തിടാൻ മാത്രം ഇവിടെ എന്തോ സംഭവിച്ചു? ഞാൻ നിങ്ങളെ വീടിന്റെ ഒരു ജോലി ചെയ്യാൻ വേണ്ടിട്ടല്ലേ നിന്നത്. വേണ്ട, എന്റെ കാര്യം ചെയ്യാൻ, ഞങ്ങളുടെ കാര്യം ചെയ്യാൻ ഞങ്ങൾക്കറിയാം. ഞങ്ങളോ? നമ്മളെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എപ്പോഴാ ഞങ്ങൾ? പിന്നെ ഞാനൊരു കാര്യം പറയാം, ഇന്നിപ്പോ വേറെ ചോറും ഇതൊന്നും ഉണ്ടാവില്ല. ചോറുണ്ടാവില്ലേ? എന്താ പറ്റി? അന്നറിയണല്ലോ. നിന്നോടല്ലേ നിർത്താൻ പറഞ്ഞത്? ഇതിപ്പോ ഒരു കുഴപ്പമില്ലാതിരുന്ന് വൈകിട്ട് ചപ്പാത്തി മുട്ടക്കറി മേറയോ മോനെ എന്ന് ചോദിച്ചാൽ അവർക്ക് നിങ്ങൾക്ക് ഇതിപ്പോ പെട്ടെന്ന് എന്ത് നാഗവല്ലി കയറാൻ കാര്യം? എനിക്ക് പറ്റൂല, അത്രേ ഉള്ളു കാര്യം. ഞാനിവിടെ നിൽക്കുന്നതോ? അതെ. അങ്ങനെ ക്ലീറ്റമച്ചൻ പേരട്ടെ, അന്ന് എനിക്കറിയണമല്ലോ ഇവിടെ ആരാണ്. ക്ലീറ്റമച്ചമ്പി മിനി മുതൽ ഇവിടെ നിക്കണില്ല. അപ്പോഴോ? ഓഹോ ശരി, ഞാൻ നാളെ ബെനഡിക്റ്റിനോടൊപ്പം. ഇത്ര വൃത്തികെട്ട ഒരു കുടുംബക്കാരെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഇത്രയും പകതിരിവില്ലാത്ത കുടുംബക്കാര്. മാറങ്ങോട്ട്. ഒരു വീട്ടിൽ വരുമ്പോ എന്നാ മനുഷ്യരുള്ളപ്പോഴല്ലേ വരേണ്ടത്? ഇപ്പൊ ഈ ഇങ്ങനെ കാണിക്കേണ്ട കാര്യമുണ്ടോ? ആര് വരുന്നത്? ഞാൻ എല്ലാരും ഉള്ളപ്പോഴല്ലേ ഞാൻ ഇവിടെ വന്നത്. എന്തായാലും പറയണ്ട, വ്യക്തമായിട്ട് പറഞ്ഞിട്ട് പോകണം. അല്ലാതെ കണ്ണ് പുറത്ത് കാണിച്ചോട്ടോ മൂക്ക് വികസിപ്പിച്ച് കാണിച്ചിട്ടോ കാര്യമില്ല. ഞാനൊരു പുരുഷനാണ്, നിങ്ങൾ മനസ്സിലാക്കണം. എനിക്കൊരു വ്യക്തിത്വമുണ്ട്, എനിക്കൊരു ആത്മാവുണ്ട്, ഒരു കുടുംബമുണ്ട്, ഒരു ഫാമിലി ഉണ്ട്. നിന്നോട് അങ്ങോട്ട് പോകാനാ ഞാൻ പറഞ്ഞത്. ഉച്ചിയിലും കണ്ണു വെച്ചിട്ടില്ല.